വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ മ്ലാവിനെ പുലി പിടിച്ച് മരത്തിൽ കൊണ്ടുവച്ചു. ജനവാസ മേഖലയുടെ 100 മീറ്റർ അകലെ മാത്രമാണ് സംഭവം. സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ച വനം വകുപ്പ്. തിങ്കളാഴ്ച 3:30 വണ്ടിപ്പെരിയാർ 63-ാം മൈൽ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയായിരുന്ന തൊഴിലാളികൾ മരത്തിൽ എന്തോ തൂങ്ങി നിൽക്കുന്നത് കാണുന്നത്. തുറന്നു നോക്കുമ്പോഴാണ് വലിയ പ്രായമില്ലാത്ത മ്ലാവിനെ പ്ലാവ് മരത്തിന്റെ ശിഖരത്തിന് ഇടയിൽ കിടക്കുന്നതായി കാണുന്നത്. തുടർന്ന് എസ്റ്റേറ്റ് അധികാരികളെയും മറ്റു കർഷകരെയും വിവരമറിയിച്ചു. ഇതനുസരിച്ച് ഇവർ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ മരത്തിൽ കാണുകയും പുലി പിടിച്ചതിനു ശേഷം മരത്തിൽ കൊണ്ടുവച്ചതാകാം എന്ന നിഗമനത്തിലാണ് ഫോറസ്റ്റ് അധികൃതരും. ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ഇതേസമയം ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് വന്യമൃഗം എത്തിയ സ്ഥിതിക്ക് എത്രയും വേഗം കൂട് സ്ഥാപിച്ച് പുലിയെ ഇവിടെ നിന്നും പിടിച്ചു മാറ്റുന്നുള്ള നടപടികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന പ്രദേശവാസികളുടെയും കർഷകരുടെയും ആവശ്യം ശക്തമാകുന്നു. ഈ പ്രദേശത്ത് കാട് മൂടിയ പ്രദേശങ്ങൾ വൃത്തിയാക്കുന്ന ഇടപെടലും ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. വൈകിട്ട് ഒരു 4 മണിയായപ്പോഴത്തേക്കും നമ്മുടെ 63-ാം മൈൽ ഭാഗത്ത് പുലി പിടിച്ചൊരു മ്ലാവിനെ മരത്തെ കയറ്റി വെച്ചേക്കുകയാണ്. 3:30 ആയപ്പം പണിക്കാരെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കുമളി ഫോറസ്റ്റ് വിവരം എത്തിക്കുകയും അവിടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ ഇത് സംഭവ സ്ഥലം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇവിടുന്ന് കൂട് വെച്ച് പിടിച്ച് മാറ്റണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ ഇന്ന് ക്യാമറ വെച്ചിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഇത് അവിടെ വരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് അവർ മുകളിലോട്ട് കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ കൂട് പിടിച്ച് മാറ്റാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം NH-ൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഈ സംഭവം നടന്നേക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് പെരിയാർ ടൈഗർ റിസർവിലേക്ക്. അത്രയും അടുത്ത് തന്നെയാണ് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. സ്ഥലം ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു 70 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം ബന്ധപ്പെട്ട അധികാരികൾ ഫോറസ്റ്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ താലൂക്കിൽ നിന്നോ ആരെങ്കിലും ഈ സ്ഥലം ഒന്ന് ഇതിന്റെ മാനേജ്മെന്റിനോട് പറഞ്ഞ് ഈ സ്ഥലം തെളിക്കുവാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഒത്തിരി വന്യമൃഗശല്യങ്ങൾ കുറയും. കണ്ടമാനം ഇതൊരു 10-75 ഏക്കർ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഓണറോടൊന്ന് അതിന്റെ മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ, നമ്മളാരും പറഞ്ഞാൽ കേൾക്കില്ല, ബന്ധപ്പെട്ട അധികാരികൾ തന്നെ പറഞ്ഞ് ഇതൊന്ന് തെളിപ്പിക്കുവാണെങ്കിൽ ഇവിടുത്തെ വന്യമൃഗശല്യം ഏകദേശം 80% കുറയുന്നതാണ് ഞങ്ങൾ കർഷകരായിട്ടുള്ളവരുടെ അഭിപ്രായം. ഇതോടൊപ്പം പ്രദേശത്ത് കാട്ടുപോത്തിൻ്റെയും ശല്യം രൂക്ഷമായി തന്നെയുണ്ട്. ഏകദേശം 2.5 കിലോമീറ്ററിനപ്പുറം തന്നെയാണ് പെരിയാർ ടൈഗർ റിസർവ് ഉള്ളത്. അവിടെ നിന്നും കാട്ടാന പോലുള്ള വലിയ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ ട്രഞ്ച് അടക്കമുള്ള നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണം എന്ന ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.